ಇವರು ನನ್ನ ಅನುಯಾಯಿಗಳು ಅಂತ ಹೇಳಿಕೊಳ್ಳೋದಕ್ಕೆ ಬೇಸರ ಪಡ್ತಾ ಇದ್ರು ಅಂತ ಅನ್ನಿಸ್ತಾ ಇದೆ. കർണാടകയിലെ ഈ ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നത് കേട്ടു നോക്കൂ. ശേഷം നിങ്ങൾക്ക് ഞാനത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വിശദീകരിച്ചു തരാം. ಪ್ರವಾದಿ ಮಹಮ್ಮದರೇನಾದ್ರೂ ಬದುಕಿದ್ರೆ ಇವರು ನನ್ನ ಅನುಯಾಯಿಗಳು ಅಂತ ಹೇಳಿಕೊಳ್ಳೋದಕ್ಕೆ ಬೇಸರ ಪಡ್ತಾ ಇದ್ರು ಅಂತ ಅನ್ನಿಸ್ತಾ ಇದೆ. ಬಾಂಗ್ಲಾದೇಶದಲ್ಲಿ ದೀಪು ಚಂದ್ರದಾಸ್ ಅನ್ನುವಂತಹ ಹಿಂದೂ ವ್ಯಕ್ತಿಯೊಬ್ಬನನ್ನ ಹೊಡೆದು ಕೊಂದು ಆತನನ್ನ ಮರಕ್ಕೆ ಕಟ್ಟಿ ಹಾಕಿ ಬೆಂಕಿ ಹಾಕಿ ಸುಟ್ಟಾಕಿದ್ದಾರೆ. ಆತ ಪ್ರವಾದಿ ಮಹಮ್ಮದರನ್ನ ನಿಂದಿಸಿದ್ದ ಆ ಕಾರಣಕ್ಕಾಗಿ ಈ ಕೃತ್ಯ ನಡೆದಿದೆ ಅಂತ ಹೇಳಲಾಗ್ತಾ ಇದೆ. ബംഗ്ലാദേശിൽ ഈ അടുത്ത് ഒരു ഹൈന്ദവ സഹോദരൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമാക്കിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു എന്ന കാരണത്താൽ ഒരു കൂട്ടം ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി തല്ലുകയും മരത്തിൽ കെട്ട് തീ കൊടുത്ത് കൊല്ലുകയും ചെയ്ത വളരെ വേദനാജനകമായ സംഭവത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങാനും ഈ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇവർ എന്റെ അനുയായികളാണെന്ന് പറയാൻ പോലും ലജ്ജിക്കുമായിരുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ ആ പറഞ്ഞതിന്റെ ആകത്തുക. ഈ ഹൈന്ദവ സഹോദരൻ പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും എടുത്തു നോക്കിയാൽ സ്നേഹവും സൗഹൃദവും ക്ഷമയും മാത്രമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ജീവിതകാലത്തിൽ ഉപദ്രവിച്ചവർക്കൊക്കെ അവിടുന്ന് മാപ്പ് നൽകിയ കഥകളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. മക്കം ജയിച്ച് കീഴടക്കിയ സന്ദർഭത്തിൽ തങ്ങളെ വർഷങ്ങളോളം ഉപദ്രവിച്ച ആളുകൾക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് നൽകി ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എങ്കിൽ നമ്മുടെ ഇതേ കൊച്ചു കേരളത്തിൽ നടന്ന മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വളരെ ഭയാനകരമാണ്. Where are you from by the locals? They keep grilling him, and finally when he says yes, when they ask him if he's Bangladeshi, he's slapped hard and then beaten to death. How did something like this happen in Kerala? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഹൈന്ദവ സഹോദരനെ കൊന്ന ആ സംഭവവും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്ന ഈ സംഭവവും രണ്ട് സംഭവവും കുറ്റകൃത്യമായി കാണാൻ മനുഷ്യന്മാരായ നമുക്ക് സാധിക്കണം. ഇനി ഒരു മനുഷ്യൻ ശരിക്കും കുറ്റവാളിയാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആൾക്കൂട്ടത്തിനോ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. മറിച്ച് ആ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ് അതിനുള്ള ശിക്ഷ നടപ്പാക്കേണ്ടതെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്.